ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ 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 ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അബാ പിതാവേ ആരാധന അബാ പിതാവേ അപ്പാ പിതാവേ ആരാധന 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 അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ 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 ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ 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 ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ഗ്ലോറി ഹല്ലേലൂയ 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 ഗ്ലോറി ഹല്ലേലൂയ ഗ്ലോറി. ആരാധന 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 യേശുവേ നന്ദി ആരാധന. സ്തോത്രം ഗ്ലോറി. എല്ലാ സ്തുതിയും എല്ലാ മഹത്വവും എല്ലാ ആരാധനയും അങ്ങയ്ക്കും മാത്രം കർത്താവേ. അവിടുന്ന് പരിശുദ്ധനായ ദൈവം, അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സ്പിരിറ്റ് സമൂഹം അങ്ങേ ആരാധിക്കുന്നു. അവിടെ നാമത്തെ ഏറ്റു പറയുന്നു. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ള ഒരേ ഒരു നാമം കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ് എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. യേശുനാമത്തിൻ്റെ മുമ്പിൽ മറ്റെല്ലാ നാമങ്ങളും കീഴടങ്ങട്ടെ. ഫിലിപ്പിലേഖനം 2-ാമത്തെ അധ്യായം 9, 10, 11 വചനങ്ങളുടെ മാംസം ധരിക്കട്ടെ. ആകയാൽ ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തെ അത്യുന്നതമായിട്ട് ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരി നാമമാക്കി ഉയർത്തി. അവിടുന്ന് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള എല്ലാവരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ അധരങ്ങളും ഏറ്റുപറഞ്ഞതിന് വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ വചനയുടെ മാംസം ധരിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ. യേശുനാമത്തിൽ കീഴടങ്ങട്ടെ. ആകാശത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള എല്ലാ നാരിക ശക്തികളും കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. യേശുവിൻ്റെ നാമം അധികാരമുള്ള നാമം, ശക്തിയുള്ള നാമം, അധികാരമുള്ള നാമം, ഒരേ ഒരു നാമം അത് യേശുവിൻ്റെ നാമമാണ്. സകല മുട്ടുകളും മടങ്ങട്ടെ. എല്ലാ അന്തരീക്ഷ ശക്തികൾ, എല്ലാ ആകാശക്തികൾ കീഴടങ്ങട്ടെ. ഈ ഭൂമിയെ ഭരിക്കുന്ന സാത്താൻ്റെ എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. എല്ലാ നാരിക ശക്തികളും മുട്ടുകളും മടങ്ങട്ടെ, കീഴടങ്ങട്ടെ. The name of Jesus Christ, the name of Jesus, the mighty name of Jesus, I command every spirit of darkness to surrender, to surrender and to surrender. നമ്മുടെ കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് കടലടച്ച് അത് യേശുവിന്റെ നാമത്തെ ഏറ്റവും പ്രമത്തെ സ്തുതിക്കട്ടെ, ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. യേശുവേ നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ, എല്ലാ അടിമകളും കീഴടങ്ങട്ടെ, എല്ലാ അശുദ്ധാത്മ കീഴടങ്ങട്ടെ, എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, കീഴടങ്ങട്ടെ കീഴടങ്ങട്ടെ. സതാന്റെ എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ, അവന്റെ കോട്ടകൾ തകരട്ടെ, അവന്റെ സാമ്രാജ്യങ്ങൾ ബന്ധിക്കപ്പെടട്ടെ. കീഴടങ്ങട്ടെ, കീഴടങ്ങുക കീഴടങ്ങുക കീഴടങ്ങട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 യേശുവേ. ആരാധന ആരാധന ആരാധന. ഓ ആരാധന ആരാധന ആരാധന. ഏകസത്യ ദൈവമേ ആരാധന, ഏകരക്ഷകരെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ ഗ്ലോറി. ഹല്ലേലൂയ ഗ്ലോറി. ഹല്ലേലൂയ ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകളടയ്ക്കാം. ഏൽത്താലെ സന്നിഹിതനായിരിക്കുക നമ്മുടെ കർത്താവ്, അത്യുന്ന സർവശക്തനുമായ ദൈവം തൻ്റെ സർവമഹത്വം ഇവിടെ മൂലമായിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 13 ഇവിടെ നമ്മൾ കന്യാമരത്തിൻ്റെ സന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി ലോകത്തിലേക്ക് പകർന്നു തന്നിട്ട് അത് നടപ്പിലാക്കാൻ കഴിയാതെ പോയ മനുഷ്യര്, അതിലൂടെ ദൈവപിതാവിൻ്റെ ഹിതം നിറവേറപ്പെടാതെ ഈ 107 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് അവസാന നാളുകളിൽ അവിടുത്തെ ലോകത്തിലേക്ക് അയച്ച അഭിഷേകമായ സ്പിരിറ്റ് ഇൻ ജീസസ് അഭിഷേകത്തെ ഇതായി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് യുദ്ധം പൂർത്തീകരിക്കുവാൻ നമ്മളിവിടെ നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കാവൽക്കാരും അവിടുത്തെ പടയാളികളുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്പിരിറ്റ്സ് മക്കളെ, യുദ്ധരംഗത്ത് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ മേൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് എല്ലാ അശുദ്ധിയും എല്ലാ തിന്മകളിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ട് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കി മാറ്റിയവരായി സ്പിരിറ്റ്സിൻ്റെ മക്കൾ രൂപാന്തരപ്പെടട്ടെ. അവിടുത്തെ വചനത്തിലൂടെ അവിടെ നയിക്കുന്ന പരിശുദ്ധാത്മായ ശക്തിയിലൂടെ നീ രൂപാന്തരപ്പെട്ട് നീ ഒരു ആത്മീയ മനുഷ്യനായി മാറട്ടെ. ജഡികമായതെല്ലാം നിന്നെ വിട്ടുപോകട്ടെ, ജഡികമായതെല്ലാം നിന്നെ വിട്ടു മാറട്ടെ, ലൗകികമായിട്ടുള്ള എല്ലാം നിന്നെ വിട്ടു മാറട്ടെ. സ്വർഗീയമായത് മാത്രം നിന്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ. അവിടെ നയിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നിന്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ, അവിടുത്തെ അത്ഭുത ശക്തി ഇറങ്ങി വരട്ടെ. എല്ലാറ്റിനെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന അവിടുത്തെ അത്ഭുത ശക്തി ലൂക്ക 10:19 വചനത്തിൽ നൽകിയ അധികാരം ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ സകല അധികാരവും തന്നിരിക്കുന്നു. എല്ലാ അധികാരവും തന്നിരിക്കുന്നു. ഒന്നും തന്നെ ഉപദ്രവിക്കുകയില്ല, ഒന്നും തന്നെ ഉപദ്രവിക്കുകയില്ല. ഒരു തിന്മയ്ക്ക് നിനക്ക് സാധ്യമല്ല. കർത്താവിൻ്റെ നാമം നിന്റെ മേലുള്ള കാലത്തോളം, അവിടുത്തെ അഭിഷേകത്തിൻ്റെ മേലുള്ള കാലത്തോളം ഒരു ശക്തി നിന്നെ അടുത്ത് വരിക സാധ്യമല്ല, നിനക്കെതിരെ വരിക സാധ്യമല്ല. എല്ലാ ശക്തികളും കീഴടങ്ങട്ടെ, സകല മുട്ടുകളും മടങ്ങട്ടെ, സാത്താൻ വിട്ടും മാറട്ടെ. നിനക്കെതിരെ നിൽക്കുന്ന സകല അശുദ്ധാത്മാക്കളും കീഴടങ്ങട്ടെ, എല്ലാ അടിമകളും കീഴടങ്ങട്ടെ, എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. കൈകൾ നെഞ്ചോട് ചേർത്ത് താൻ ശ്രുതിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മൈറ്റി ഗ്ലോറി, മൈറ്റി ഗ്ലോറി. പ്രൈസ് ആൻഡ് താങ്ക് യു ലോർഡ്. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, മനസ്സ് സ്വതന്ത്രമാകട്ടെ,
ശരീരം സ്വതന്ത്രമാകട്ടെ. ആത്മാവ് ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. നിന്റെ അഭിഷേകം സ്വതന്ത്രമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അപ്പോൾ നന്ദി അപ്പാ. പിതാവേ, മഹത്വം, 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 മഹത്വം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എല്ലാവരും ശക്തരാകട്ടെ. അവിടുത്തെ ആത്മാവ് എല്ലാവരും ശക്തരാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. ഏറ്റു പറയാം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. കൈകുത്തി പിടിച്ചുകൊണ്ട് പറയട്ടെ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പിതാവാ ദൈവമേ, യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനമായ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കണമേ. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ അവിടുത്തെ അഭിഷേകം എൻ്റെ മേൽ കടന്നു വരട്ടെ. എൻ്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ. എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരട്ടെ. എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് അവിടുത്തെ ശക്തി ഒന്ന് നിറയുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവനെ സ്തോത്രം, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ആരാധിക്കുന്ന, സ്തുതിക്കുന്ന നന്ദി, സ്തോത്രം അങ്ങേക്ക്, മഹത്വം, ആരാധന. ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവനെ, ശക്തിയുള്ളവനെ, കർത്താവേ യേശു ക്രിസ്തുവേ, കർത്താവേ യേശു ക്രിസ്തുവേ. എല്ലാവരും സ്വർഗത്തിലും ഭൂമിയിലും, സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവനെ, ശക്തിയുള്ളവനെ, കർത്താവേ യേശു ക്രിസ്തുവേ, കർത്താവേ യേശു ക്രിസ്തുവേ. അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം രക്ഷാവ്. എല്ലാവരും ഏറ്റു പറയട്ടെ. മാത്രം കർത്താവ്, അങ്ങ് മാത്രം രക്ഷാവ്, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ നന്ദിയും, എല്ലാ നന്ദിയും അങ്ങേക്ക്, എല്ലാ സ്നേഹവും, എല്ലാ സ്നേഹവും അങ്ങേക്ക്, എല്ലാ നന്ദിയും, എല്ലാ നന്ദിയും അങ്ങേക്ക്, എല്ലാ സ്നേഹവും, എല്ലാ സ്നേഹവും അങ്ങേക്ക്. ആരാധന, 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 ആരാധന. ആമേൻ, ഗ്ലോറി. ആരാധന, 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 ആരാധന.
എല്ലാവരും ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, മരിയ, ആവേ 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 മരിയ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ എല്ലാ പാത്രങ്ങളും നിറയട്ടെ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ, ആത്മാവേ പരിശുദ്ധാത്മാവേ. Glory, glory above. Fill the jars. Fill the jars. Fill the jars. Glory, hallelujah, glory, hallelujah, glory. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ എല്ലാ പാത്രങ്ങളും. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. നിറയട്ടെ, നിറയട്ടെ. ഗ്ലോറി അബാ, ഗ്ലോറി, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. ഓ ഗ്ലോറി അബാ, ഗ്ലോറി. Fill the jars. എല്ലാ ഭരണികളും നിറയട്ടെ. കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക. ജീവജലം നിറയട്ടെ, ജീവജലം നിറയട്ടെ. ഹൃദയം എന്ന കൽഭരണിയിൽ ജീവജലം നിറയട്ടെ, 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 നിറയട്ടെ. Be filled, be filled. Oh glory, hallelujah, glory, hallelujah, glory, hallelujah. നിറയട്ടെ, നിറയട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കരുത്തരാകട്ടെ, ശക്തരാകട്ടെ, ധീരരാകട്ടെ. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, ഹൃദയക്ഷതങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഹൃദയക്ഷതങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, മനസ്സിൻ്റെ മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ, ശാരീരിക രോഗങ്ങൾ വിട്ടു മാറട്ടെ, ശക്തരാകട്ടെ, കരുത്തരാകട്ടെ, ധീരരാകട്ടെ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ആരാധന. ആമേൻ, ഗ്ലോറി. ഗ്ലോറി.
കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് ദാഹത്തോടെ വിളിക്കപ്പെടുത്തേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. ഈ പാത്രം നിറയട്ടെ. എല്ലാ ശൂന്യതകളും വിട്ടുപോകട്ടെ, എല്ലാ ശൂന്യതകളും വിട്ടു മാറട്ടെ. ദൈവസ്നേഹമില്ലാത്ത, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത, ദൈവത്തിൻ്റെ ശക്തിയില്ലാത്ത ഹൃദയത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ശക്തി ഇറങ്ങിച്ചെല്ലട്ടെ, അഗ്നി ഇറങ്ങിച്ചെല്ലട്ടെ. എല്ലാ തിന്മയും വിട്ടും മാറട്ടെ, എല്ലാ അന്ധകാരോടും വിട്ടും മാറട്ടെ. ഹൃദയശതങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, എല്ലാ അശുദ്ധാത്മകൾ വിട്ടും മാറട്ടെ. മർക്കോസ് 20 ഈശോ അരുളി ചെയ്തു, ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ്, അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അശുദ്ധനാക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാൻ പറ്റാത്ത വണ്ണം അശുദ്ധമായി നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന സകല നാരിക ശക്തികളും എല്ലാ അഠ്യങ്ങളും തലമുറകളും കമൗട്ട്, വിട്ടുപോകട്ടെ, വിട്ടു മാറട്ടെ. ഹൃദയങ്ങൾ സ്വതന്ത്രമാകട്ടെ, മനസ്സ് സ്വതന്ത്രമാകട്ടെ, എല്ലാ ഭാരങ്ങൾ വിട്ടു മാറട്ടെ. തന്നെ സ്തുതിക്കട്ടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവനെ അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് മഹത്വം, ആരാധന. O Holy Spirit who comes from the Father in heaven, I thank you, praise you, Holy Spirit. Hallelujah, glory, hallelujah, hallelujah. Praise and thank you, praise and thank you, praise and thank you, hallelujah. Fill everyone, fill everyone. Hallelujah, glory, hallelujah, glory. Those who are attending this service, let your power come upon them, descend upon them. Fill them and make them free. ലോകത്തിലെ നാനായിടങ്ങളിൽ വിശ്വസയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലെ കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അവരെല്ലാം സ്വതന്ത്രരാകട്ടെ, ശക്തരാകട്ടെ, കരുത്തരാകട്ടെ, ധീരരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. സ്തോത്രം. ജീവൻ്റെ ഈ നാട്ടിൽ, ജ്ഞാനത്തിൻ്റെ ഈ ഭവനത്തിൽ കർത്താവേ ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും വചനത്തെയും അയച്ചു തന്ന് അവിടുത്തെ ദാസരെ, അവിടുത്തെ മക്കളെ വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ വചനത്തെ ജീവിതത്തിൽ മാംസം ധരിപ്പിക്കുവാൻ പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ സാന്നിധ്യം, ശക്തി ഇവിടെ ആത്മാവിൽ നിറയുമാറാകട്ടെ. ജ്ഞാനത്തിൻ്റെ പരിശുദ്ധിയായ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, പണിതുയർത്തണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. എല്ലാ തലമുറകളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിയോഗത്തിൽ, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ നാനായിടങ്ങളിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ ജൂൺ മാസം 13-ാം തീയതി ഇവിടെ ആരംഭിച്ച വാർ അഗൈൻസ്റ്റ് വാർ, യുദ്ധത്തിനെതിരെയുള്ള യുദ്ധം, ജപമാല യുദ്ധം. ദൈവമേ ഈ ജപമാല യുദ്ധത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ജപമാല റാലികൾ കേരളത്തിന് പുറത്ത്, മുംബൈയിൽ, ഗോവയിൽ ഓരോ ഇടങ്ങളിൽ നടത്തപ്പെട്ട എല്ലാ റാലികളും, ഇന്ത്യക്ക് വെളി നടത്തപ്പെട്ട റാലികളെല്ലാം അങ്ങോട്ട് മുമ്പിൽ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ രക്ഷപ്പെടേണ്ട എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ള സ്പിരിറ്റിന്റെ നാമത്തിൽ ബന്ധിച്ച് അവരെല്ലാം കീഴ്പ്പെടുത്തുന്നു, കീഴടങ്ങട്ടെ. കൃത്യമായിട്ട് ലോക സമാധാനത്തിന് വേണ്ടി സമാധാനം കെടുത്തിയ റഷ്യയുടെ ആക്രമണം അവസാനിപ്പിക്കുവാൻ, റഷ്യ മാനസാന്തരപ്പെടുവാൻ, ദിവ്യ രാജ്യത്തെ ഭരിക്കുന്ന എല്ലാ അടിമകളും എല്ലാ അശുദ്ധാത്മാക്കളും കീഴടങ്ങുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ തലമുറകളിൽ ആ ദേശങ്ങളിൽ മരിച്ചുപോയ, രാജ്യത്ത് മരിച്ചുപോയ, കൊല്ലപ്പെട്ട, വധിക്കപ്പെട്ട കോടിക്കണക്കാത്മാക്കൾ
ശത്രുവിൻ്റെ സാത്താൻ്റെ ബന്ധനത്തിൽ അടിമത്തിൽ കിടന്നുകൊണ്ട് കൊലപാതകങ്ങളായിട്ട് കിടക്കുന്ന എല്ലാ അടിമകളും കീഴടങ്ങാൻ ജ്ഞാനത്തിൻ്റെ അധികാരം അഭിഷേകവും ഋഷിയുടെ മേൽ ആത്മാക്കളുടെ മേൽ അയക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഫാത്തിമ ദൗത്യത്തിലെ പരിശുദ്ധ കന്യാമറിയം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ ഋഷിയുടെ മാനസാന്തരം സാധ്യതമായി തീരുവാൻ അവിടെയുള്ള സകല ആത്മാക്കൾ കീഴടങ്ങുവാൻ ഇടവരുത്തണമേ. ലോകത്തെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഋഷിയുടെ എല്ലാ നടപടികളും തീരുവാൻ അവസാനിക്കുവാൻ അവിടെ ഭരണം നടത്തുന്ന സാധാരണ എല്ലാ ശക്തികളും കീഴടങ്ങാൻ ഇടവരുത്തണമേ. ഇവരെല്ലാം കീഴടങ്ങട്ടെ. റഷ്യ ശാന്തമാകട്ടെ. റഷ്യയിൽ സമാധാനം ഉണ്ടാകട്ടെ. കുറേ മരിച്ചുപോയ കൊല്ലപ്പെട്ട അനേകം കോടിക്കണക്കായ ആത്മാക്കൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അവിടെയെല്ലാം വധിക്കപ്പെട്ടവരെ, യുദ്ധങ്ങളിൽ മരിച്ചവരെ, യുദ്ധത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന സകല അടിമകൾ ബന്ധിക്കപ്പെടട്ടെ. ഋഷിയുടെ മേലും ഉക്രൈൻ്റെ മേലും ഭരണം നടത്തുന്ന എല്ലാ അശുദ്ധാത്മാക്കളെയും ബന്ധിക്കുന്നു. അവരെല്ലാം കീഴടങ്ങട്ടെ. അവൾ നിന്റെ തല തകർക്കും സാത്താനെ. അവൾ നിന്റെ തല തകർക്കും. സ്ത്രീ നിന്റെ തല തകർക്കും. വിശുദ്ധ മറിയം നിന്റെ തല തകർക്കും. കീഴടങ്ങട്ടെ. സാത്താൻ കീഴടങ്ങട്ടെ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. രിയം ബറ 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 ശരി രി 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 രി. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന, നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഓരോ തലമുറകളെ സമർപ്പിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ രക്ഷയ്ക്ക് കാത്തു നിൽക്കുന്ന അടിമകളെ എല്ലാം ബന്ധിച്ചുകൊണ്ട് അവരെല്ലാം കീഴടങ്ങട്ടെ. യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ. യേശു നാമത്തിൽ വിശ്വസിക്കട്ടെ. യേശു അവർ കർത്താവായിട്ട് മാറട്ടെ, രക്ഷകനായിട്ട് മാറട്ടെ. അവർക്കെല്ലാം വിടുതലുണ്ടാകട്ടെ. എല്ലാ തലമുറകളുടെയും രക്ഷയ്ക്ക് നിൽക്കുന്ന സകല അടിമകളുടെയും സകല പാപങ്ങളും ക്ഷമിക്കപ്പെടട്ടെ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. അടിമകളെല്ലാം കീഴടങ്ങട്ടെ. യേശുവിനെ വിശ്വസിക്കട്ടെ. യേശുവിനെ വിളിച്ചപേക്ഷിക്കട്ടെ. രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, സ്തുതി, ആരാധന, സ്തോത്രം അങ്ങേക്ക് മഹത്വം. ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് അഭിഷേകവും ഓരോരുത്തരുടെ മേൽ ഒരുപാട് നിറയട്ടെ. നിങ്ങൾ യുദ്ധം ചെയ്യുന്നവരാണ്. ഒരു യോദ്ധാവിന് ആവശ്യമുള്ള ധൈര്യവും കരുത്തും ശക്തിയും ബലവും ആയുഷും ആരോഗ്യവും കർത്താവ് ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ. വളരെ തല വെച്ചുകൊള്ളുക. ഇടതരം നെഞ്ചിലും വയ്ക്കുക. അവിടെ നയിക്കുന്ന അഭിഷേകം നിങ്ങൾ നിറയട്ടെ. നിങ്ങൾ ശക്തരാകട്ടെ, കരുത്തരാകട്ടെ, ധീരരാകട്ടെ. എല്ലാ ഹൃദയഭാരങ്ങൾ വിട്ടുപോകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ശക്തിയും ഭരണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിറവും നിയന്ത്രണവും എന്നും എപ്പോഴും നിന്നിൽ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥവും സാന്നിധ്യവും സംരക്ഷണവും എന്നും എപ്പോഴും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. കയ്യിലടിച്ചു തങ്ങ് നന്ദി പറയാം. ഇരിക്കുക. ഫിലിസ്ത്യ സൈന്യത്തെ നയിച്ച മലനായ ഗോലിയാത്ത് ഇസ്രായേൽ സൈന്യങ്ങളെ, ഇസ്രായേൽ പട്ടികളെ എന്ന് വിളിച്ച് അവഹേളിച്ചപ്പോൾ
അത് കേട്ട ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിക്കുന്ന ഈ അപരിച്ഛേദൻ ആരാണ്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യത്തെ അപമാനിച്ച് ഈ അപരിച്ഛേദൻ ആരാണ്? ആരാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സൈന്യം? അവിടെ ഇസ്രായേലാണ്. ഹല്ലേലൂയ. ആരാണ് ദൈവത്തിൻ്റെ സൈന്യം? ഉറക്കെ പറ. ഇസ്രായേലാണ്. അതേ സ്ഥാനത്താണ് ദൈവത്തിൻ്റെ സൈന്യമായി സ്പിനീസ് മക്കൾ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് വാളുകൊണ്ട് യുദ്ധം ചെയ്തെങ്കിൽ ഇന്ന് വചനമെന്ന വാളുകൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മൾ യുദ്ധം ചെയ്യുന്നവരാണ്, യുദ്ധരംഗത്ത് നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയും ഒരു പോരാളിയാണ്, നീ ഒരു പടയാളിയാണ്. ആണോ? പറ, ഞാനൊരു പടയാളിയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ പടയാളിയാണ്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ പടയാളിയാണ്, ഞാൻ നിൽക്കുന്ന യുദ്ധരംഗത്താണ്. ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. ഞാൻ പറയാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പടയാളികളാണ്. നിങ്ങൾ വാസ്തവത്തിൽ പടയാളികളാണോ? നിങ്ങൾ തിരിച്ചറിയണം. ഒരു കാര്യം ഞാൻ പറയുന്നു, സ്പിരിറ്റ് ഏഞ്ചൽസ് നിൽക്കുന്നത് യുദ്ധരംഗത്താണ്. യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ അത് എത്രമാത്രം ഹൃദയത്തിൻ്റെ ആഴത്തിൽ അറിഞ്ഞിട്ടാണ് നീ യുദ്ധരംഗത്ത് നിൽക്കുന്നത്. ഈ വചനം ശ്രദ്ധിക്കാം. 2 ശമൂവേൽ അധ്യായം 11, 10 മുതൽ വചനം. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞ് വരികയല്ലേ, വീട്ടിലേക്ക് പോകാത്തത് എന്ത്? ദാവീദ് ഊറിയോട് ചോദിച്ചു. ഇസ്രായേലും യൂദയായും യുദ്ധരംഗത്താണ്, പേടകവും അവരോടൊപ്പമുണ്ട്. എൻ്റെ യജമാനനായ യോബാബും അങ്ങയുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളം അടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? അങ്ങാണേ എനിക്കത് സാധ്യമല്ല, ഊറിയ പറഞ്ഞു. ദാവീദിൻ്റെ ഒരു പടയാളിയാണ് ഊറിയ. ദാവീദിൻ്റെ സൈന്യം യുദ്ധരംഗത്താണ്. യോവാബ് എന്ന സൈന്യാധിപൻ്റെ കീഴിൽ. നമ്മൾ ആ വചനത്തിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നുണ്ട്. ആ സമയം എന്ന് പറയുന്നത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയമാണത്. അധ്യായം 11 വചനം പറഞ്ഞിരിക്കുന്നു, അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബാ നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ദാവീദ് മാത്രം യുദ്ധത്തിന് പോയില്ല, പക്ഷെ അവൻ്റെ സൈന്യം മുഴുവൻ യുദ്ധരംഗത്തായിരുന്നു. ദാവീദ് പോകേണ്ടവനായിരുന്നു, പക്ഷെ ദാവീദ് പോയില്ല. തൻ്റെ സൈന്യത്തിലുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം സൈന്യത്തിന് യോവാബിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവരെ പറഞ്ഞയച്ചത്. പക്ഷേ ദാവീദിന് ഒരു വലിയ തെറ്റുപറ്റുകയാണ്. അവൻ പോകാതെ വീട്ടിൽ സ്വസ്ഥനായി ഇരുന്നപ്പോൾ ഒരു കാഴ്ച അവൻ കാണുകയാണ്. തൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള ഒരു കുളക്കടവിൽ ഒരു സ്ത്രീ കുളിക്കുന്നു. ആ കാഴ്ച അവൻ്റെ കണ്ണുകളിൽ ഹൃദയത്തിൽ ആസക്തിയായിട്ട് മാറിയത്. അവനവളെ വിളിപ്പിക്കുന്നു. ആരെന്ന് അന്വേഷിച്ചു. ബത്ശബ ഊറിയ എന്ന പടയാളിയുടെ ഭാര്യയാണ്. രാജാവാണ് അവൻ, അധികാരമുള്ളവനാണ്, പ്രജകൾ അനുസരിക്കേണ്ടവരാണ്. രാജാവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി ബത്ശബ അവനുമായി ശരീരത്തിൽ ഒന്നാകുന്നു. അവർ പാപം ചെയ്യുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നതാണ്, താൻ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് ബത്ശബ ദാവീദിനെ അറിയിക്കുന്നു. ദാവീദ് ഭയചകിതനായി. കാരണം തൻ്റെ സൈനിക നിരയിൽപ്പെട്ട ഒരുവൻ യുദ്ധത്തിന് പോയപ്പോൾ അവനില്ലാത്ത സമയത്ത് അവൻ്റെ ഭാര്യയെ രാജാവ് പ്രാപിച്ചു. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഇത്രയോ വലിയ അപമാനമാണ് രാജാവിന്. ഊണുറക്കവും നഷ്ടപ്പെട്ടവനായി ദാവീദ് മാറുകയാണ്. അവൻ ആലോചിക്കണം, എന്താണ് ഒരു പരിഹാര മാർഗം, തനിക്ക് എങ്ങനെ കൈയെഴുതാൻ സാധിക്കും. അതാണ് ചിന്തിച്ചത്. തൻ്റെ മേൽ വന്നു വീണ ഈ ഭാരത്തിൽ നിന്ന് തനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും.
ഒടുവിൽ അവൻ കണ്ടെത്തിയ മാർഗമാണ്, അവൻ ഒരു കത്ത് കൊടുത്തയക്കുകയാണ് പടക്കളത്തിലേക്ക്. യോവാബിന് ഊറിയ എന്ന പടയാളിയെ കൊട്ടാരത്തിലേക്ക് തിരിച്ചയക്കണം. സൈന്യാധിപനായ യോവാബ് കത്തും അയച്ചു. ഇതാ ദാവീദിൻ്റെ കൽപ്പനയാണ്, ഊറിയ തിരിച്ചു വരികയാണ് കൊട്ടാരത്തിൽ. രാജാവ് വിവരങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ വയ്ക്കൂ, വിശ്രമിക്ക്, പിന്നീട് തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഊറിയ പോയില്ല. ഊറിയ അന്ന് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് കിടന്നുറങ്ങിയവൻ. നേരം വെളുത്തപ്പോൾ ദാവീദ് അറിയുകയാണ് ഊറിയ വീട്ടിൽ പോയിട്ടില്ല. തൻ്റെ പദ്ധതി പൊളിഞ്ഞു പോയിരിക്കുന്നു, പരാജയപ്പെട്ടു പോയി. അവൻ വിളിച്ച് ചോദിക്കുകയാണ്, ഊറിയോട് ചോദിക്കുകയാണ്, നീ എന്താണ് വീട്ടിൽ പോകാത്തത്? എന്തിനാണ് വീട്ടിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാത്തത്? അത് ഊറിയ കൊടുത്ത മറുപടിയാണത്. 10-ാമത്തെ വചനത്തിൽ ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞ് വരികയല്ലേ, വീട്ടിലേക്ക് പോകാത്തത് എന്ത്? ദാവീദ് ഊറിയായോട് ചോദിച്ചു. ഇസ്രായേലും യൂദയായും യുദ്ധരംഗത്താണ്, പേടകവും അവരോടൊപ്പമുണ്ട്. എൻ്റെ യജമാനനായ യോവാബും ഞങ്ങളുടെ സേവകരും വെളിമ്പ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വീട്ടിൽ ചെന്ന് തിന്നുകുടിച്ച് ഭാര്യയുമായി രമിക്കുവാൻ എനിക്ക് എങ്ങനെ കഴിയും? അങ്ങാണേ എനിക്കത് സാധ്യമല്ല. ഒരു പടയാളിയുടെ വലിയൊരു വിശ്വസ്തത, അവൻ്റെ സമർപ്പണത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് അവൻ പറയുകയാണ്. ഇസ്രായേൽ യുദ്ധരംഗത്താണ്, യൂദയ യുദ്ധരംഗത്താണ്. അവിടെ കർത്താവിൻ്റെ വാഗ്ദാന പേടകവുമുണ്ട്. എല്ലാ ഇസ്രായേൽക്കാരും യുദ്ധരംഗത്തിൽ നിൽക്കുകയാണ്. സൈന്യത്തിൽ യോവാബും അവിടെയാണ്. ഇങ്ങനെ എല്ലാവരും ഈ രാജ്യത്തിന് വേണ്ടി പടപെട്ടുമ്പോൾ എങ്ങനെ ഞാൻ വീട്ടിൽ പോയി തിന്നുകുടിച്ച് രമിക്കും? എനിക്ക് സാധ്യമല്ല. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, സ്പിഡിങ് ജീസസിൻ്റെ മക്കൾ നിൽക്കുന്ന യുദ്ധരംഗത്താണ് നിൽക്കുന്നത്. പ്രത്യേകമായിട്ട് കഴിഞ്ഞ ജൂൺ മാസം 13-ന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നമുക്കൊരു അറിയിപ്പ് ലഭിച്ചത്. ഈ നീണ്ടുപോകുന്ന ഉക്രൈൻ യുദ്ധം അത് മുന്നോട്ട് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ലോകത്തിന് വലിയ നാശമായിട്ട് മാറുകയാണ്. കാരണം നശിപ്പിക്കാൻ നിൽക്കുന്ന സാത്താൻ അതിലൂടെ ഒരു അവസരമായി കണ്ടെത്തിക്കൊണ്ട് ഒരു 3 ലോകമായിട്ട് ഉണ്ടാക്കും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിലാണ് വളരെ വേഗം ഇപ്രകാരം ഒരു ദൈവത്തിൻ്റെ ആത്മാവിന് ഉൾപ്രേരണ ലഭിച്ചത്. ഒരു യുദ്ധം ആരംഭിക്കണം, പ്രാർത്ഥനയുടെ യുദ്ധം. സ്വീഡിഷിൻ്റെ മക്കൾ ഒരു ജപമാല യുദ്ധം, ആ പേര് പോലും ആത്മാവിൽ നിന്നൊരു പേരാണത്, വാർ അഗനിസ്റ്റ് വാർ, യുദ്ധത്തിനെതിരെയുള്ള യുദ്ധം. ഈ ലോകത്തിലെ മനുഷ്യർ ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ പുതിയ ഇസ്രായേലായ ദൈവത്തിൻ്റെ ജനമായ സ്പിഡിങ് ജീസസ് ജപമാല എന്ന ആയുധം കയ്യിലെടുത്ത് സാധാരണ യുദ്ധം ചെയ്ത് അവനെ നശിപ്പിക്കണം, തകർത്തു കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ലഭിച്ച ദൗത്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം 13-ന് ശേഷം 14-ാം തീയതി ഇവിടെ ഞങ്ങൾ ഏതാനും പേരുണ്ട്, ഞാൻ കത്താനദാസി ഇവിടെ ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്ന സമയം ഡോക്ടർ സമയുടെ സഹോദരിമാരുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്കൊരു ഒരു ഒരു ഉണർവ് കിട്ടി. ആ യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഞാനത് ഇടുന്നതിന് മുൻപ് ഇവിടെ ഈ ഗ്രോട്ടയ്ക്ക് ചുറ്റും ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ഒരു 150 മണി ചൊല്ലി പ്രാർത്ഥിക്കണം. അതിനുശേഷമാണ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു കൂട്ടി ഞങ്ങളൊരു യുദ്ധം ഇവിടെ നടത്തി. ആദ്യം ഗ്രോട്ടയ്ക്ക് ചുറ്റിലും ഒരു 150 മണി ജപം. അത് കഴിഞ്ഞപ്പോൾ തന്നെയാണ് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഇത് അറിയിച്ചുകൊണ്ട് ഈ അറിയിപ്പ് നൽകുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള റാലികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും വിശ്വാസപൂർവ്വം സ്വീകരിച്ചു. അത് വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണത്. യാതൊരു മടിയുമില്ലാതെ എല്ലായിടങ്ങളിലും സ്വീഡിഷിൻ്റെ മക്കൾ മുന്നോട്ട് ഇറങ്ങി പോന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെയും കേരളത്തിൽ എല്ലാ ജില്ലയിലും നടത്തപ്പെട്ടു. അത് നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ ചെയ്തത് സ്വർഗത്തിൻ്റെ യുദ്ധമാണ്, കർത്താവിൻ്റെ യുദ്ധമാണ് നിങ്ങൾ ചെയ്തത്. ദാവീദ് സാവൂളിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഗോലിയാത്തിന് പറയുന്നുണ്ട്, ഇത് കർത്താവിൻ്റെ യുദ്ധമാണ്. അവിടെ നിന്നെ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും. വാളും കുന്തവും പരിചയം കൊണ്ടല്ല കർത്താവ് യുദ്ധം ചെയ്യിക്കുന്നത് ജനമെല്ലാം അറിയും. പ്രിയമുള്ളവരെ, ഇത് കർത്താവിൻ്റെ യുദ്ധമാണ്. ഇത് കർത്താവിൻ്റെ യുദ്ധമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ കഴിഞ്ഞുപോയ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ജ്ഞാനത്തെ വെളിപ്പെടുത്തി തന്ന്, ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവുകൾ നൽകി, ജ്ഞാനത്തെ പ്രാപിക്കേണ്ട അപസ്വലികളെ കൊണ്ടുവന്ന് വിശദീകരിച്ച്, ഇത് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിവിടെ നടത്തിയ റാലികളുണ്ട്. ഈ മേരിലാൻഡിൽ മാത്രമല്ല, ഇവിടെ നിന്നും എല്ലാ മാസവും നമ്മൾ ചിന്നക്കനാലിലേക്ക് റാലി നടത്തിയിരുന്നു. പിന്നീട് അതിൻ്റെ ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു അത് പിന്നീട് ഈ ഇതിനകത്ത് മാത്രമായി, മേരിലാൻഡിൽ മാത്രമായിട്ട് റാലി ചുരുങ്ങി. അങ്ങനെ എല്ലാ മാസവും 26 റാലികൾ നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വർഷത്തിൽ ഈ 26 റാലികൾ നമ്മൾ നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഒരടുത്ത പടിയിലേക്ക് കർത്താവ് ഉയർത്തി. കാരണം ദൈവം ഓരോ പ്രവൃത്തി ചെയ്യിക്കുമ്പോഴും അതിനപ്പുറത്ത് ദൈവം ഒന്ന് കണ്ടുവച്ചിട്ടുണ്ട്. ഈ 26 നടത്തി നമ്മളെ പരിശീലിപ്പിച്ചു. അതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ അറിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അറിവ് കിട്ടുന്നത്, ഇനി തെരുവിലിറങ്ങി റാലികൾ നടത്തണം. ഹല്ലേലൂയ. അത് വിശ്വസിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഈ ഒരു മാസമായിട്ട്, ഈ 3 ആഴ്ചകളായിട്ട് തെരുവിൽ സ്റ്റുഡൻസിൻ്റെ മക്കൾ ജവമാലയുമായിട്ട് ഇറങ്ങി റാലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ പടിയാണ്. ഫാത്തിമ ദൗത്യം 2020 ഏറ്റെടുത്തത്. 2 വർഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം കോവിഡിൻ്റെ ഞെരുക്കം കാരണം നമുക്ക് കൂടാൻ പറ്റുമായിരുന്നില്ല. 2022 ഫാത്തിമ റാലിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. പിന്നീട് 2 വർഷമായി അത് മുടക്കമല്ല, എല്ലാ മാസവും 13-ാം തീയതി അതിവിടെ നടക്കുകയാണ്. ഓരോ റാലിയും അതോരോ അനുഭവങ്ങളാണ്, അതോരോ ശക്തിയാണ്, അതോരോ അഭിഷേകമാണ്, ഒരു ജീവനാണ്, ഉണർവാണ് ഓരോ മക്കൾക്കും. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഈ പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ ഒന്നിച്ചു കൂടിക്കൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കഴിഞ്ഞൊരു മാസക്കാലം നടത്തിയ റാലിയുടെ പൂർണ്ണത നമ്മളിവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഒരു മാസക്കാലത്തെ നമ്മുടെ റാലി ഉണ്ട്. അതിനിവിടെ ശക്തിയും ഊർജവും നമ്മൾ ഇവിടെ നിന്നും സംഭരിക്കുകയാണ്, ശേഖരിക്കുകയാണ് ഇപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആയിരിക്കണമെന്നില്ല, ഇനി വരാൻ പോകുന്ന നാളുകൾ കൂടുതൽ ശക്തി വേണം, കൂടുതൽ അഭിഷേകം വേണം, കൂടുതൽ ഉണർവ് വേണം. അത് ഈ ദിവസം ഈ ശുശ്രൂഷയിലൂടെ, നടത്തപ്പെടുന്ന റാലിയിലൂടെ, പരിശുദ്ധ കന്യാമറിയത്തിലൂടെ സ്വർഗ്ഗത്തിലെ ദൈവം തൻ്റെ വലിയ ശക്തി അയച്ച് നിങ്ങൾ ഓരോരുത്തരെയും ഉറപ്പിക്കട്ടെ, സ്ഥിരപ്പെടുത്തട്ടെ, ശക്തരാകട്ടെ, കരുത്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആരാധിക്കുന്ന അങ്ങയെ സ്തുതിക്കുന്നതേ, നന്ദി, സ്തോത്രം അങ്ങേക്കും മഹത്വം. ഹല്ലേലൂയ. നാം ഈ യുദ്ധം നടത്തുമ്പോൾ, ഞാൻ ഇത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓഡിയോയിൽ ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഈ റാലിയിൽ പങ്കെടുക്കുന്നവർ ഓരോരുത്തരും കുമ്പസാരിച്ച് യോഗ്യമായി കുർബാന സ്വീകരിക്കണം, വിശദീകരിക്കപ്പെടണം. അതിനുശേഷം മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. കാരണം ഇതൊരു യുദ്ധമാണിത്. ഇത് വെറുതെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പല കൂട്ടായ്മകളും ഇങ്ങനെ ജപമാല ചൊല്ലി പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് റോഡിലൂടെ. പക്ഷെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അങ്ങനെ ഒരു പ്രാർത്ഥനയല്ല. ഈ റാലി ഏറ്റെടുത്ത് നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അത് ശത്രുവിൻ്റെ രാജ്യത്തോടുള്ള കടന്നുകയറ്റമാണ് നമ്മുടെ ദൈവരാജ്യത്തിൻ്റെതും. ഹല്ലേലൂയ. ശത്രുവിൻ്റെ തലയെ ചവിട്ടി മെതിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഹല്ലേലൂയ. അതിൽ നമുക്ക് വിജയമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധി അജയമായ പരിചയമാക്കി മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യം കടന്നു വന്നത്. നിങ്ങൾക്ക് പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, നമുക്ക് എത്രമാത്രം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ സാധിക്കുമോ നമ്മുടെ വിജയം അവിടെയാണ്. നമ്മൾ എത്രമാത്രം നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ, നമ്മൾ എത്രമാത്രം ദൈവത്തിന് മുമ്പിൽ വിശുദ്ധരാണോ, അത്രയും അധികമായ വിജയമാണ് നമുക്കിവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നിവിടെ പരിശുദ്ധ അമ്മയുടെ മണ്ണിലായിരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ജ്ഞാനത്തോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ വലിയ ശക്തി, വലിയ അധികാരം നമ്മുടെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങി നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, ധൈര്യപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നിമിഷം തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലാത്ത അന്ധകാര ലോകത്തിൻ്റെ, അന്തരീക്ഷ ലോകത്തിലെ ശക്തികളെക്കെതിരെയാണ് നമ്മുടെ ഈ പടയുദ്ധം.
പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട് എഫെസോസ് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 10 മുതൽ 15 അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കും എതിരായിട്ടാണ് പടപെട്ടുന്നത്. ഹല്ലേലൂയ. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ യുദ്ധം ചെയ്യുന്നത് രക്തത്തിനും മാംസത്തിനും എതിരായിട്ടല്ല. രക്തവും മാംസവും ഉള്ളത് മനുഷ്യനുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, പക്ഷികൾക്കുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലാത്ത അദൃശ്യമായ ഒരു ശക്തിക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. വചനം പറഞ്ഞതാണ്, ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാർക്കും എതിരായിട്ടാണ് നമ്മുടെ യുദ്ധം. അപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലാത്ത അന്ധകാര ശക്തികളിൽ യുദ്ധം ചെയ്യുമ്പോൾ നമ്മുടെ ആശ്രയത്വം കർത്താവാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മളിലുള്ള വിശുദ്ധിയാണ്. ഹല്ലേലൂയ. അത് എത്രമാത്രം നമ്മൾ ആ വിശുദ്ധിയുടെ നിറവ് നമ്മളിൽ ഉണ്ടോ അത്ര അധികമായി നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകണം. എന്നിട്ട് പറഞ്ഞ്, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. വീണ്ടും, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. കർത്താവിൻ്റെ ശക്തിയുടെ പ്രാഭവത്തിൽ കരുത്തുള്ളവരാകണം. ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രാഭവം എന്ന് പറയുന്നത് അവിടുത്തെ പരിശുദ്ധിയാണ്. നാം പരിശുദ്ധരാണെങ്കിൽ നമുക്കും അതേ ആ ശക്തിയുടെ പ്രാഭവം നമുക്ക് ലഭിക്കും. അടുത്ത വചനം, സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന് എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങൾ, അവൻ്റെ വക്രതന്ത്രങ്ങൾ, നമുക്കറിയില്ല അവൻ ഏത് രീതിയിലാണ് കരുക്കൾ നീക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് നമുക്കെതിരായി സാത്താൻ നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ കുടിലതന്ത്രങ്ങൾ അതിനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ ആയുധങ്ങൾ വേണം. പിശാച് ഒരുക്കുന്ന കുടിലതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് വ്യക്തിജീവിതങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങളെ പ്രാർത്ഥിപ്പിക്കാതിരിക്കുക. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, എൻ്റെ 36 വർഷത്തെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഹരം, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ്, പ്രാർത്ഥന നിമിഷങ്ങളാണ്. വ്യക്തിപരമായ പ്രാർത്ഥന, പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ, അതെനിക്കൊരു വലിയൊരു ഹരമാണ് വാസ്തവത്തിൽ. അത് ദൈവത്തിൻ്റെ ആത്മാവുമായി ഐക്യപ്പെട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് നിർത്താൻ പറ്റില്ല. അതിലെപ്പോഴും ആയിരിക്കാൻ ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ അനുഭവിച്ചൊരു വലിയൊരു വേദനയുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര ഞെരുക്കം, എന്തോ ഒരു ഭയങ്കര തടസ്സം ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓർത്തു, അനേകം ആൾക്കാർ എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായ ഞെരുക്കമാണ്, തടസ്സമാണ്. ഞാൻ വളരെ വേഗം തിരിച്ചറിഞ്ഞു, ഇല്ല, ശത്രുവിൻ്റെ കെണിയാണിത്, അതിനെ തോൽപ്പിച്ച് ഞാൻ ചെയ്യിക്കണം. ഞാൻ വളരെ വേഗം ആയുധമെടുത്തു, ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഇന്ന് രാത്രി ഉറക്കത്തിൽ പല പ്രാവശ്യം ഞാൻ അനുഭവിച്ചു ആത്മാവിൻ്റെ ഒരു സ്പർശനം എൻ്റെ ആത്മാവിൽ. ഉറക്കത്തിൽ ഞാൻ ആരാധിക്കുന്ന ചില അനുഭവം എനിക്കുണ്ടായി. ഞാൻ പ്രഭാതം ഉണർന്നപ്പോഴും ഹൃദയത്തിൽ വലിയൊരു ശക്തിയോടെ എഴുന്നേറ്റ് വരികയാണ്. എനിക്കൊരു മനസ്സിലായി, കർത്താവ് തൻ്റെ അഭിഷേകത്തെ, ആത്മാവിനെ അയച്ച് എൻ്റെ ആത്മാവിനെ അവിടുന്ന് ഉണർത്തിയിരിക്കുന്നു, ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് പ്രാർത്ഥിപ്പിക്കാതിരിക്കുക അതൊരു കുരുക്കും കെണിയുമാണത്. വ്യക്തിപരമായ ഒരു ബന്ധം, ദൈവവുമായുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് ദൈവത്തെ നമ്മളെ അകറ്റിക്കൊണ്ട് പോകും, നമ്മൾ ലോകത്തിലേക്ക് പോവുകയാണ്, നമ്മൾ ഞെരുക്കുകയാണ്. അവിടെ തിന്മ വളരെ നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ പ്രാർത്ഥന ദുഷ്കരമായിരിക്കും. ഇന്നലെ പ്രാർത്ഥിച്ചില്ലയോ, ഇന്ന് പ്രാർത്ഥിക്കാനിരുന്നാൽ എന്തൊക്കെയോ ഭയങ്കരമായ ഞെരുക്കം. കാരണം ഇന്നലെ എനിക്ക് കിട്ടേണ്ടിയിരുന്ന ദൈവമാൾ, എൻ്റെ സമ്പർക്കം, എൻ്റെ ബന്ധം, ആ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത്രയും ദൈവം അകലം കൂടിപ്പോയി. അതാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഒരു പ്രധാനം എന്ന് പറയുക. ഒരിക്കൽ പോലും നമ്മുടെ പ്രാർത്ഥന മുടക്കരുത്.
ഞാൻ ഉദ്ദേശിക്കുന്ന ജപമാല പ്രാർത്ഥനയല്ല, മറിച്ച് നീയും നിൻ്റെ ദൈവവുമായുള്ള വ്യക്തി ബന്ധത്തിലുള്ള പ്രാർത്ഥന. അത് നീ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന. ഏകാന്തലിരുന്നു കൊണ്ട് കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയമായി ചേർത്ത് വെച്ചുകൊണ്ട് നിനക്ക് അവിടുത്തെ ആരാധിക്കാൻ സ്തുതിക്കാൻ സാധിച്ചാൽ ഉന്നതത്തിൽ ഇറങ്ങി വരുന്ന വലിയ അത്ഭുതകരമായ ശക്തി നിന്റെ ആത്മാവിൽ നിറഞ്ഞ് നിന്നെ ശക്തനും കരുത്തനും ധീരനുമാക്കും. ഹല്ലേലൂയ. ആ ഒരു ബന്ധം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. പുസ്തകം പറയുന്നു, അടുത്ത വചനത്തിൽ നമ്മുടെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് 13 വചനം, അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പിന്നീട് ആയുധങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, എല്ലാ ആയുധങ്ങളും നമ്മൾ ധരിക്കണം. ഏറ്റവും പ്രധാന നമ്മുടെ ആയുധം വചനമാണ്. അതിനെക്കുറിച്ച് രാവിലെ നമ്മൾ കേട്ടു. തന്നെ ദാസി വളരെയേറെ നമ്മളെക്കുറിച്ച് പറഞ്ഞു തന്നു. വചനത്തെ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകത, വചനം അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത. നമ്മുടെ ശക്തി നമ്മൾ എത്രമാത്രം വചനത്തിൽ ജീവിക്കുന്നു, നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നായി ജീവിക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല. എൻ്റെ ആത്മാവിനെ ഉണർത്തുന്നത്, എൻ്റെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുന്നത് അതെല്ലാം വചനത്തിൻ്റെ പ്രവൃത്തികളാണ്. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 4:4 വചനത്തിൽ പറയാണ്, നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഏറ്റവും പറഞ്ഞു, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. എഴുന്നേറ്റിരിക്കാം. എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഒതുറന്ന് പറഞ്ഞ്, എൻ്റെ ഉള്ളിലുള്ളവൻ. ഉറക്കെ പ്രഖ്യാപിക്കുക. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം, ഗ്ലോറി. ഇരു കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. കണ്ണടച്ചുകൊണ്ട് ഉള്ളിൽ വസിക്കുന്നവനെ കണ്ടുകൊണ്ട് പറയണം, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന സ്പിരിറ്റ് അഭിഷേകമേ, പരിശുദ്ധാത്മാവ് ദൈവമേ, അങ്ങേക്ക് ആരാധന. കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചെന്ന് പറഞ്ഞ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന സ്പിരിറ്റ് അഭിഷേകമേ, പരിശുദ്ധാത്മാവ് ദൈവമേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് ആരാധന. ഞാനങ്ങേ ആരാധിക്കുന്നു, ഞാനങ്ങേ സ്തുതിക്കുന്നു. എൻ്റെ ഉള്ളിൽ വസിക്കുന്നവനെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. ആരാധന, ആരാധന. തന്നെ സ്തുതിക്കട്ടെ, വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, മഹത്വം, ആരാധന. ഹല്ലേലൂയ, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ. അവിടുത്തെ അഭിഷേകം അഗ്നിയിൽ കടന്നു വരട്ടെ. അവിടുത്തെ അഭിഷേകം അഗ്നിയായി കടന്നു വരട്ടെ. തന്നെ വചനമയച്ചിനെ വിട്ടുവയ്ക്കട്ടെ. അവിടുന്ന് നിന്നെ സ്വതന്ത്രനാക്കട്ടെ, ശക്തനാക്കട്ടെ, ശക്തയാക്കട്ടെ, കരുത്തനാക്കട്ടെ, കരുത്തയാക്കട്ടെ, ധീരനാക്കട്ടെ, ധീരയാക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ. സ്തോത്രം, അങ്ങേക്ക് മഹത്വം. ഉണർവിൻ വരം ലഭിപ്പാൻ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ജപമാല റാലി, യുദ്ധം ലോകത്ത് നശിപ്പിക്കാൻ നിൽക്കുന്ന എല്ലാ യുദ്ധങ്ങൾക്കും എതിരെ ഒരു മാസം പൂർത്തിയാക്കിക്കൊണ്ട് ഈ ജൂലൈ 13 ഇന്ന് ഫാത്തിമയിൽ 107 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ 3 കുട്ടികളൊക്കെ നരകം കാണിച്ചു കൊടുത്തുകൊണ്ട്
നരകത്തിൽ കിടക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വഴി പരിശുദ്ധ പറഞ്ഞു കൊടുക്കുകയാണ്. പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. 3 കുഞ്ഞുങ്ങൾ അവരെ നരകം മാതാവ് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു ദർശനത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. ആ നരകത്തിൻ്റെ ഭയാനകത കണ്ട് കുട്ടികൾ നിലവിളിച്ചു പോയി. അവിടെ കൂടിയിരുന്ന 10-20,000-ഓളം മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് കാര്യം മനസ്സിലായാലും എന്താ സംഭവിച്ചത്. കുട്ടികൾ നിലവിളിക്കുന്നവർ അവർ കേട്ടത്. കാരണം ഈ മക്കളത് കണ്ടു, നരകം കണ്ടു, അവിടെ കിടക്കുന്ന ആത്മാക്കളെ കണ്ടു. അവർ കാണിച്ചു കൊടുത്തൊരു പരിശുദ്ധമ്മ പറയുകയാണ്, പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. അവരെ രക്ഷിക്കുവാൻ, എൻ്റെ വിമലഹൃദയ ഭക്തി ലോകത്തെ സ്ഥാപിക്കുവാൻ പിതാവ് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആത്മാക്കൾ രക്ഷപ്പെടും. ആത്മാക്കൾ രക്ഷപ്പെട്ടാൽ യുദ്ധം അവസാനിക്കും, ലോകത്തിൽ സമാധാനമുണ്ടാകും. ഇതാണ് ദൈവമാതാവ് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം. നമുക്ക് യേശു വഴിയും അപ്പസ്തലന്മാരും വഴി ലഭിച്ച വചനത്തിന് ശേഷം, സുവിശേഷ ശേഷം നമുക്ക് ലഭിച്ച ഏറ്റവും പുതിയ സുവിശേഷമാണത്. കാരണം സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ ഹിതമാണ് വിശുദ്ധ കന്യാമറിയത്തിലൂടെ അവിടെ വെളിവാക്കപ്പെട്ടത്. നഷ്ടപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്ക് ആത്മാക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ രക്ഷപ്പെടുത്തണം. ഈ ദൗത്യമാണ് അന്ന് സഭയെ ഏൽപ്പിച്ചത്. ദൗർഭാഗ്യവശാൽ പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യം സ്വീകരിക്കാൻ പറ്റാതെ നരകമെന്ന് നിത്യമായ നരകമാണെന്നുള്ള അന്ധമായ വിശ്വാസവും അറിവുകളും വെച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ ആ ആവശ്യത്തിൽ നിരാകരിക്കുകയാണ് ചെയ്തത്. അതിന് വില കൽപ്പിച്ചില്ല. അത് മാറ്റിയ മനുഷ്യൻ അത് മാറ്റി പറഞ്ഞു, പരിശുദ്ധ മറിയം ആവശ്യപ്പെട്ടത് ലോകത്തിലെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എന്ന്. ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു പാപിക്കും രക്ഷപ്പെടാൻ, അനുദപിക്കാൻ അവസരമുണ്ട്. ഒരു വചനമുണ്ട്, വചന പ്രഘോഷങ്ങളുണ്ട്, സഭയുണ്ട്, സഭയുടെ കുദാശകളുണ്ട്. ഇതെല്ലാം സമൃദ്ധമായിട്ട് ഉണ്ടായിരിക്കെ വീണ്ടും ഒരു പാപിയെ മനസ്സാന്തരപ്പെടുത്താൻ ജപമാല ചൊല്ലണമെന്നല്ല അമ്മ പറഞ്ഞത്. നഷ്ടപ്പെട്ട് കിടക്കുന്ന കോടിക്കണക്ക് ആത്മാക്കളെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്, ടു സേവ് ദം, അവരെ രക്ഷിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. ഇത്രയും വർഷങ്ങൾ മൂടപ്പെട്ട് കിടന്ന, ചാരം ഇട്ട് മൂടിക്കളഞ്ഞ ഒരു വലിയ സത്യം പത്യമല മാതാവ് ഏൽപ്പിച്ച വലിയ ദൗത്യം ഈ തലമുറയിൽ അതിനെ പുറത്തു കൊണ്ടുവരാൻ കർത്താവിൻ്റെ അഭിഷേകം തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. സ്പിഡിസിൻ്റെ അഭിഷേകം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സ്പിഡിസിൻ്റെ മക്കളോട് ഈ ദൗത്യം വിജയിപ്പിക്കുവാൻ യുദ്ധരംഗത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 107 വർഷമായിട്ടും സ്വീകരിക്കാൻ പറ്റാതെ പോയ ഈ ലോകത്തിൽ ഇതാ കർത്താവ് അയച്ച അഭിഷേകത്തിലൂടെ, സ്പിഡിസിൻ്റെ അഭിഷേകത്തിലൂടെ ഈ ഫാത്തിമ ദൗത്യത്തെ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് നമ്മൾ ഉയർത്തിയെടുത്തിട്ടുണ്ട്. ഇതത് ലോകത്തിലേക്ക് കൊടുക്കുന്ന ഭാഗമാണ്. തെരുവിൽ ഇറങ്ങിയുള്ള ജപമാല പ്രദർശനങ്ങൾ, റാലികൾ. ലോകം അറിയണം, മനുഷ്യരറിയണം ഇങ്ങനൊരു സംഭവമുണ്ട്. ഫാത്തിമയിൽ വിശുദ്ധമ്മ നൽകിയ സുവിശേഷം അത് വിജയം വരിക്കണം. മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തണം. ആ രക്ഷപ്പെടുത്തലുണ്ടായാൽ കുടുംബങ്ങൾ രക്ഷപ്രാപിക്കും, വ്യക്തികൾ രക്ഷപ്രാപിക്കും, ദേശങ്ങൾ രക്ഷപ്രാപിക്കും, രാജ്യങ്ങൾ രക്ഷപ്രാപിക്കും. ലോകത്തിൽ സമാധാനമുണ്ടാകും, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. ആ വലിയൊരു ദൗത്യം 100% പൂർണ്ണ വിശ്വാസത്തോടെ, പൂർണ്ണ മനസ്സോടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തന്നെ ദാസനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ യുദ്ധം നമുക്ക് ജയിപ്പിച്ചേ പറ്റൂ, വിജയം വരിച്ചേ പറ്റൂ. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയും, ഒരിക്കലും എൻ്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞൊരു കാര്യമല്ലത്. എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യമേ അല്ലത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം, ഇത് അഭിഷേകത്തിൻ്റെ ഒരു വീര്യ പ്രവൃത്തിയാണ്. മനുഷ്യരെ കുറിച്ചുള്ള അനേകം രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷേകം പഠിപ്പിച്ചപ്പോൾ സ്പിഡിസിന് അഭിഷേകത്തിന് മാത്രമേ ഈ നഷ്ടപ്പെട്ട് കിടക്കുന്ന ആത്മാക്കൾ രക്ഷിക്കാൻ സാധ്യമാവുകയുള്ളൂ. ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല. ഈ ആത്മാക്കൾ രക്ഷിക്കുന്നവർ സംഭവിക്കുന്നത് only through Spirit's anointing. ഇത് അഭിഷേകം വഴി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് യുദ്ധം പറയപ്പെട്ടവരെ, അതാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത്. വിശുദ്ധരായി ആത്മാവിൻ്റെ നിറവിൽ വചനത്തിൻ്റെ ശക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. നാം പറഞ്ഞിട്ടുള്ള അടുത്ത മാസം, അടുത്ത ഓഗസ്റ്റ് 13 നാം അതിനുവേണ്ടി വലിയ സമ്മേളനം നമ്മൾ നടത്താൻ നമ്മൾ നേരത്തെ നടത്തുമെന്ന് പറഞ്ഞു. അതും തോന്നലുകൊണ്ട് വിളിച്ചു പറഞ്ഞതല്ല,
ആത്മാവിൽ വന്ന വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു അത് നിറവേറപ്പെടണം, അത് സംഭവിക്കണം. സംഭവിക്കുവാൻ ഊറിയ പറഞ്ഞ വചനം ഈ ഒരു മാസക്കാലം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് പരിത്യാഗ പ്രവൃത്തികൾ നടത്തിക്കൊണ്ട് വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് നമുക്ക് യുദ്ധത്തിൽ പങ്കുവരാൻ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ലോകത്തിലെ മനുഷ്യ പോലെ ജീവിക്കരുത്, മറിച്ച് ഞാൻ യുദ്ധരംഗത്ത് നിൽക്കുകയാണ്, യുദ്ധം ജയിപ്പിച്ച് കൊടുക്കണം. ഇത് സ്വർഗത്തിൻ്റെ യുദ്ധമാണിത്, ഇത് കന്യാകുമാരിയുടെ യുദ്ധമാണിത്, ഇത് ഫാത്തിമയിലെ ദൗത്യത്തിൻ്റെ വിജയത്തിൻ്റെ പ്രഖ്യാപനമാണിത്. ഇത് സംഭവിക്കണം, ഇത് നിറവേറപ്പെട്ട ലോകമെല്ലാം. അതിനാൽ ഞാൻ എൻ്റെ ശരീരവും ഹൃദയവും മനസ്സും ആത്മാവും പൂർണ്ണമായി കർത്താവിന് വിശുദ്ധമായി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധമായി ജീവിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ഞാൻ യുദ്ധം ജയിപ്പിച്ച് കൊടുക്കണമെന്ന് തീരുമാനം നിനക്കുണ്ടായിരിക്കട്ടെ, ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ. അതായിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജപമാല റാലിക്ക് വരുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു. വീട്ടിൽ പോയാൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് സംഭവിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനിയുള്ള ഒരു മാസം നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. കൃത്യമായിട്ട് ഈ ഒരു നിയോഗം, ഇത് പരിശുദ്ധ മറിയം ആവശ്യപ്പെട്ട നിയോഗം, ഇത് സ്പിരിറ്റിന്റെ മഹത്വത്തിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ ഇനി വരാവുന്ന ദിവസങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകുത്തി പിടിക്കാം, സ്വർഗത്തിലേക്ക് കൈകുത്തി പിടിച്ചുകൊണ്ട് കണ്ണിൽ അടയ്ക്കാം. വ്യക്തിയോട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നിങ്ങൾ നടന്ന ഈ റാലി പരിശുദ്ധമേകൾ സമർപ്പിക്കുകയാണ്. സ്വർഗം ഭരമേൽപ്പിച്ച ആ വലിയ ദൗത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മാതാവേ, ഞങ്ങൾ വിശ്വാസ ചുവടുകൾ മുന്നോട്ട് വയ്ക്കുകയാണ്. വിശ്വാസ രാജ്യങ്ങൾ പിടിച്ചടക്കിയെങ്കിൽ ഈ തലമുറയിൽ കർത്താവിൻ്റെ സൈന്യമായ സ്പിരിറ്റ് ജീസസ് വിശ്വാസത്തിൻ്റെ ചുവടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഫാത്തിമ ജമാൽ റാലിയിലൂടെ രാജ്യങ്ങൾ ഞങ്ങൾ പിടിച്ചടക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. പിശാചിന്റെ സാമ്രാജ്യങ്ങൾ തകർത്തുകൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇത് നയിക്കുന്ന സ്ത്രീയായ ജ്ഞാനമായ കന്യാമറിയത്തിന്റെ നാമത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. എല്ലാ മുട്ടുകളും അവളുടെ മുമ്പിൽ മടങ്ങട്ടെ. സതാന തല തകരട്ടെ. അവൾ നിന്നെ തല തറക്കുന്ന വചനം മാംസം ധരിക്കട്ടെ, മാംസം ധരിക്കട്ടെ, തന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി, സ്തോത്രം, അങ്ങേക്ക് മഹത്വം, ആരാധന. ആരാധിക്കുന്ന നന്ദി, സ്തോത്രം, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി. ദിമേ റാലി ഞങ്ങളുടെ ആരംഭിച്ച് ഇത് അവസാനിച്ച് ചിന്നകനാല് പോയിന്റ് വരെയും പ്രാർത്ഥിക്കുന്നു. വലിയ സംരക്ഷണം സ്വർഗത്തിൻ്റെ സൈന്യങ്ങൾ കൂടി അവിടെ അണിനിരക്കുമാറാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മിഖായേൽ സൈന്യങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശം അടഞ്ഞ് ആകാശം തൻ്റെ വചനം കേൾക്കട്ടെ. മഴയും മഴക്കാറും ഇവിടുന്ന് മാറി നിൽക്കട്ടെ. മഴ മാറി നിൽക്കട്ടെ. ഈ കഴിഞ്ഞു പോയ എല്ലാ റാലികളിലും ഞങ്ങൾ ഒരു വിശ്വാസത്തിനൊരു ചൂട് മുന്നോട്ട് വെച്ചപ്പോൾ സൂര്യൻ വെളിപ്പെട്ട് ആകാശം തുറന്ന് മഴ മാറിപ്പോയെങ്കിൽ കർത്താവിൻ്റെ വചനം ആകാശം കേൾക്കട്ടെ, മഴ മേഘങ്ങൾ കേൾക്കട്ടെ, മഴ കേൾക്കട്ടെ, മാറി നിൽക്കട്ടെ. ഈ റാലി ഞങ്ങൾ നടത്തുന്നു. യുദ്ധം ഞങ്ങൾ ജയിക്കുന്നു. സതാൻ കീഴടങ്ങട്ടെ. ആധിപത്യങ്ങളും പ്രഭുത്വങ്ങളും തകർന്നു പോകട്ടെ, കീഴടങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശാരീരികമായ സംരക്ഷണം ഉണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, ബലമുണ്ടാകട്ടെ. എല്ലാ ക്ഷീണങ്ങളെ വിട്ടുപോകട്ടെ, എല്ലാ തളർച്ചകളെ വിട്ടുപോകട്ടെ, എല്ലാ ദുർചിന്തകളെ വിട്ടുപോകട്ടെ, എല്ലാ മടികളെ വിട്ടുപോകട്ടെ. ശരീരത്തിന് ഉറവുണ്ടാകട്ടെ, ജീവനുണ്ടാകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കും ദൈവമേ, നന്ദി, സ്തോത്രം, അങ്ങേക്കും മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഇരുകാര്യങ്ങളെ സ്ഥിരശിൽ വയ്ക്കുക. കർത്താവ് അയക്കുന്ന അഭിഷേകം നിങ്ങൾ ഇറങ്ങി വന്നിറയട്ടെ. ഗ്ലോറി. നിന്റെ ശരീരത്തിൽ ആവസിക്കട്ടെ. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. Your body is the temple of the Holy Spirit. Receive the anointing. Receive the blessing. Receive the power. Be free and be strong
ബി പവർഫുൾ. ശക്തരാകട്ടെ, കരുത്തരാകട്ടെ, സ്വതന്ത്രരാകട്ടെ. ഗ്ലോറി. ഇതിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, മഹത്വം, ദൈവമേ, ആരാധന, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിന്റെ ആത്മാവിലും നിന്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങി നിറയട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു.